അസ്സലാമു അലൈക്കും. സബീന സോംലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മീൻകറി ഇല്ലാതെ ചോറുണ്ണാൻ ബുദ്ധിമുട്ടുന്ന ചിലരൊക്കെ നമ്മുടെ ഇടയിലുണ്ടല്ലേ. ഇനി മീൻ കിട്ടിയില്ലെങ്കിലും മീൻകറിയുടെ അതേ രുചിയിലുള്ള ഒരു കറിയുടെ റെസിപ്പി പറഞ്ഞു തരട്ടെ. ഒരു പാത്രം അടുപ്പിൽ വെച്ച് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും നമുക്കതിലേക്ക് കടുകും ഉലുവയും ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഉലുവയും കടുകും പൊട്ടിയതിന് ശേഷം നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് ചുവന്നുള്ളി, പിന്നെ പച്ചമുളക്, കറിവേപ്പില ഇത്രയും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മീൻ കിട്ടാത്ത ദിവസങ്ങളിൽ നമുക്ക് വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ നല്ല രുചിയുള്ള ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണും, അതിലൊന്ന് പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് എത്തുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകല്ലേ. ഉള്ളിയൊക്കെ മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി എത്രയാണോ നമ്മൾ എടുക്കുന്നത് അതിന് പകുതിയായിട്ട് മല്ലിപ്പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ തീ കുറച്ച് വെച്ച് നന്നായിട്ട് ഈ എണ്ണയിൽ തന്നെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. പൊടികളുടെ പച്ചച്ചവയൊക്കെ മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുരുമുളക് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ മുളക് പൊടി എരിവുള്ളതാണെങ്കിൽ അതിനനുസരിച്ച് വേണം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാൻ. എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കാം. നമുക്ക് എത്രയാണോ കറിയുടെ ആവശ്യം അതിനനുസരിച്ചുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചു വെച്ചിരിക്കുന്ന കുരുമുളക് പൊടിയാണെങ്കിൽ കറിക്ക് നല്ല ടേസ്റ്റ് കൂടുവേ. അപ്പം കുരുമുളക് പൊടി നമ്മൾ കറിയിലേക്ക് എടുക്കുമ്പോൾ നമ്മൾ വീട്ടിൽ പൊടിച്ച കുരുമുളക് പൊടി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിതിലേക്ക് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് തീ നന്നായിട്ട് കൂട്ടി വെച്ചതിന് ശേഷം നന്നായിട്ട് അടച്ച് വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പും ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുടംപുളിയും കൂടി ചേർത്ത് കൊടുക്കണേ. പുളി എടുക്കുമ്പോഴും നമ്മൾ കുടംപുളി തന്നെ ഇടാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ കുടംപുളി ഇട്ട് വയ്ക്കുമ്പോഴാണ് ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റും കൂടി കിട്ടുന്നത്. ഇതൊന്ന് നന്നായിട്ട് വെട്ടിത്തിളച്ച് ഇതിൻ്റെ ചാറ് കുറച്ച് വറ്റി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് നന്നായിട്ട് കഴുകി തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിരിക്കുന്ന ചേമ്പിൻ്റെ കഷ്ണങ്ങളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു പാകത്തിൽ ചേമ്പ് ചെറിയ പീസാക്കി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2-3 പ്രാവശ്യം ചെറിയ തീയിൽ തിളച്ച് കഴിയുമ്പോഴത്തേനും ചേമ്പ് നല്ല പാകത്തിൽ വെന്തിട്ടുണ്ടാവും. ഇങ്ങനെ മതി. ഇത് തണുത്ത് കഴിയുമ്പോഴത്തേനും നന്നായിട്ട് കുറുകി വരും. ഇതിനിടയ്ക്ക് ഞാനൊരു ബീട്രൂട്ടിൻ്റെ തോരൻ കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ ചേമ്പിൻ്റെ കറിയൊന്നും ഉണ്ടാക്കി നോക്കണേ. നല്ല മീൻ കറിയുടെ അതേ ടേസ്റ്റ് തന്നെയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. മീൻകറി കൂട്ടി കഴിക്കുന്നത് പോലെ തന്നെയാണ് ഇത് കൂട്ടി ചോറുണ്ടാലേ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.